വെൽക്കം ബാക്ക് ടു ഹർഷൂസ് വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് അപർണക്കുട്ടീൻ്റെ വേലി വിശേഷമായിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനൊന്ന് വിശേഷം. അപ്പോൾ ഇന്ന് വേലി വിശേഷമാണ്. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും കുളിച്ച് സുന്ദരി കുട്ടികളൊക്കെ ആയതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മൾ ഇഡ്ഡലിയും ചട്നിയും വടയും സാമ്പാറും എല്ലാം നല്ല അസലായിട്ട് കഴിച്ചു. പിന്നെ ഇതാ അവരുടെ നാലുകെട്ടിൽ വെച്ചിട്ട് നടുമുറ്റത്ത് വെച്ചിട്ടാണ് വേലിയുടെ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിൽക്കാനുള്ള സൗകര്യമൊക്കെ കുറച്ച് കുറവാണ്, എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിൽക്കാം. അങ്ങനെ വേലിച്ചടങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മുത്തുവേട്ടനൊക്കെ എത്തി. പിന്നെ അതിൻ്റെ ചടങ്ങുകളെന്ന് പറയുമ്പോൾ ഒരു 2-3 മണിക്കൂർ ഓരോ ചടങ്ങായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഇതാ അപർണ ചെറുക്കൻ്റെ അടുത്തോട്ട് ഇരിക്കാനുള്ള റെഡിയായി നിൽക്കുകയാണ്. നല്ല സുന്ദരിയായി ഒരുങ്ങിയിട്ടുണ്ടായിരുന്നേ, കാണാൻ വേണ്ടി. പരാജിത ദുരാവഹ പ്രണവാത്മിക അധികസ്വരാതുതിശാരദ നമോസ്തുതേ ശ്യാമാംബരം മുഖസാഗരം തുളസീദളം അതിസുന്ദരം. മന്ദകോടിയിൽ ഞാൻ മൂടി നിൽക്കവേ ആദ്യാഭിലാഷം സഫലമാകും. നാലാളറിയെ കൈപിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും. നാലാളറിയെ കൈപിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും. അങ്ങനെ നമ്മുടെ ചടങ്ങൊക്കെ ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചടങ്ങൊക്കെ ഇതാ ഒരു പകുതിയാകുമ്പോഴത്തേക്ക് ഇതാ താലി കെട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നേ. താലി കെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനാണല്ലോ വേഗം പോകുന്നത്. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് അവിടെ ഭയങ്കര തിരക്കായിരുന്നു. കുറേ സമയം നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കുറേ സമയം നിന്നാലും വേണ്ടില്ല, നമുക്ക് ഒരു സീറ്റൊക്കെ എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് റെഡിയായി. അങ്ങനെ നമ്മൾ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. നല്ല സാമ്പാറും പരിപ്പ് പ്രഥമനും പപ്പടം തോരനും എല്ലാം ഉള്ളൊരു കൊച്ചു സദ്യയായിരുന്നു. നല്ല സ്വാദം ഉണ്ടായിരുന്നേ. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ ഉള്ളിലോട്ട് വന്ന് കുറേ സമയം എല്ലാവരും കൂടി ഫോട്ടോസൊക്കെ എടുത്തു, സംസാരിച്ചൊക്കെ അങ്ങനെ ഇരുന്നു. അപ്പോൾ കല്യാണപ്പെണ്ണും ചെറുക്കനൊക്കെ അപ്പുറത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അപർണയ്ക്ക് പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു മുത്തേട്ടൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ അച്ഛൻ്റെ മടിയിൽ ഇരുത്തിയിട്ട് അനുഗ്രഹമൊക്കെ വാങ്ങി അപർണ മുത്തേട്ടൻ്റെ കൈയൊക്കെ പിടിച്ച് പോകുന്നുണ്ടായിരുന്നേ. അങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത് അങ്ങോട്ടേക്ക്. അങ്ങനെ മുത്തേട്ടൻ്റെ വീട്ടിലെത്തി. അങ്ങനെ ഞങ്ങളവിടെ എത്തി. ഞാൻ ഇങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേരും അവിടെ നിന്ന് നോക്കി എന്തൊക്കെയോ കാണിച്ച്. അങ്ങനെ എൻ്റെ വീഡിയോ കണ്ടിട്ട് അവർ രണ്ടുപേരും കൂടി ഇപ്പോൾ ഓടി വരുന്നുണ്ട്. ഓടി വന്നിട്ട് അവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറൊന്നുമല്ല, എൻ്റെ എല്ലാ വീഡിയോസിനും ലാസ്റ്റ് ഞാൻ പറയുമ്പോൾ ടോ വരുന്നു എന്നാണ്. അപ്പോൾ അത് ഞാൻ മാക്സിമം കുറയ്ക്കാൻ നോക്കുന്നുണ്ടായിരുന്നേ. പിന്നെയും വരുന്നു, എന്താണെന്നറിയില്ല ഗൈസ്. അപ്പോൾ അത് കുറേ പേര് എന്നോട് പറഞ്ഞു അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി പുതിയ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഞാനത് ശ്രമിക്കുന്നുണ്ട് എന്തായാലും. അങ്ങനെ നമ്മുടെ വേലി വിശേഷം ഇവിടെ തീരുകയാണ്. ജസ്റ്റ് അപർണക്കുട്ടി ഉള്ളിലേക്ക് കയറി ഒരു തിരുവാതിരക്കളി അത്രയും ഉണ്ടായി.